സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ ഒടുവിൽ പാറുവും വിശ്വജിത്തും വിവാഹിതരായി. പക്ഷേ പാറുവിന്റെയും വിശ്വജിത്തിന്റെയും ഈ വിവാഹം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് പല്ലവിയെയും സേതുവിനെയും തന്നെയാണ്. ഇതോടുകൂടി പല്ലവിയുടെയും സേതുവിന്റെയും സ്വപ്നങ്ങളാണ് തകരാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്തൊക്കെയാണ് സംഭവിക്കുക? നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് പാറുവും വിശ്വജിത്തും വിവാഹം കഴിച്ചത് ഒരിക്കലും വിശ്വജിത്തിന്റെ കുടുംബത്തിനോ പാറുവിന്റെ കുടുംബത്തിനോ അംഗീകരിക്കാൻ പറ്റുന്നതല്ല. പിന്നെ ഇനി എന്തൊക്കെയായിരിക്കും പല്ലവിയുടെ കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾക്ക് അറിയേണ്ടത്. പക്ഷേ ഏറ്റവും വലിയൊരു ട്വിസ്റ്റാണ് പല്ലവിയുടെ കുടുംബത്തിൽ സംഭവിച്ചത്. എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇനി എങ്ങനെയായിരിക്കും പല്ലവിയും സേതുവിനെ തകർക്കാനായിട്ട് ഇന്ദ്രൻ ശ്രമിക്കുന്നത്? ഇതിൽ നിന്നെല്ലാം പല്ലവിയെ സംരക്ഷിക്കാനായിട്ട് സേതുവിന് സാധിക്കുമോ? സേതുവിന്റെയും പല്ലവിയുടെയും വിവാഹം നടക്കുമോ? അവരുടെ സ്വപ്നങ്ങൾ നിറവേറുമോ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ പ്രേക്ഷകരെ പോലെ എനിക്കുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഒടുവിൽ സേതു ഭാഷിനോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞു. പാറുവിന്റെ വിശ്വജിത്തിന്റെ വിവാഹം നടന്നു എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞു. അപ്പോഴും ശോഭയോട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ശോഭ അറിഞ്ഞു കഴിഞ്ഞാൽ താൻ തകർന്നു പോകും, ശോഭ ഒരിക്കലും അറിയാൻ പാടില്ല എന്ന് മാഷ് സേതുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യങ്ങൾ ഇപ്പോൾ വിവാഹിതരായി എന്നുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ അറിയുമ്പോൾ തന്നെ ശോഭയും അറിഞ്ഞാൽ മതി, അല്ലാതെ പ്രത്യേകിച്ച് പറയേണ്ട എന്നായിരുന്നു മാഷിന്റെയും തീരുമാനം. അങ്ങനെ എന്തായാലും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇന്ന് തന്നെയാണ് പാറു അമേരിക്കയിലോട്ട് പോകേണ്ടത്. പാറു അതിന് വേണ്ടിയിട്ട് വീട്ടിൽ ഇതുവരെ വന്നിട്ടില്ല. ലേറ്റ് ആവുന്ന കാര്യം ശോഭ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും താമസിക്കുമ്പോൾ കാണാതിരിക്കുമ്പോഴുള്ള ടെൻഷൻ കൊണ്ട് സ്വാഭാവികമായിട്ടും ശോഭ അറിയും. അങ്ങനെ തന്നെ സംഭവിച്ചു. കുറെ കഴിഞ്ഞിട്ടും പാറുവിനെ കാണാനാവാത്തത് കൊണ്ട് ശോഭ പാറുവിനെ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ ഇന്ദ്രപ്രസ്ഥത്തിൽ പോയപ്പോൾ വിശ്വജിത്തിനെയും പാറുവിനെയും അവിടെ നിന്ന് ഇറക്കി വിട്ടു. അതുകൊണ്ട് തന്നെയാണ് പാറു പറഞ്ഞത് നമുക്ക് വീട്ടിലോട്ട് പോകാം, എന്തായാലും എൻ്റെ അമ്മയും അച്ഛനെയും ഇറക്കി വിടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്നത്. അങ്ങോട്ട് പോയപ്പോൾ നമ്മുടെ മാഷും എല്ലാവരും ഉണ്ടായിരുന്നു. ആ സമയത്താണ് ശോഭ അറിയുന്നത്. ശോഭ നോക്കുമ്പോൾ പാറു വന്ന് നിൽക്കുന്നുണ്ട്. മോളെ വാ, മോക്ക് പോകണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ശോഭ സന്തോഷത്തോടുകൂടി വരുന്ന സമയത്തായിരുന്നു വിശ്വയെ കണ്ടത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ശോഭ ദേഷ്യപ്പെട്ടു. എന്നാൽ ആ സമയത്ത് പല്ലവി സത്യങ്ങൾ ശോഭയോട് പറഞ്ഞു. അമ്മേ, ഇനി അവരെ തകർക്കാനായിട്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ അവരെ രണ്ടാക്കാനായിട്ട് പറ്റത്തില്ല. കാരണം പാറുവിൻ്റെയും വിശ്വയുടെയും വിവാഹം കഴിഞ്ഞു. ഇന്ന് രജിസ്റ്റർ ഓഫീസിൽ വെച്ചായിരുന്നു അവരുടെ വിവാഹം നടന്നതെന്ന് പല്ലവി ശോഭയോട് പറയുമ്പോൾ ശോഭ തകർന്ന് നെഞ്ചത്തടിച്ച് കരയുന്ന ഒരു രംഗമായിരുന്നു. അത്രത്തോളം വിശ്വസിച്ച് സ്നേഹിച്ച മകൾ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ എടുക്കാതെ, അങ്ങനെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതെ തൻ്റെ ഇഷ്ടത്തിന് ജീവിതവും നോക്കി മുന്നോട്ട് പോയപ്പോൾ അത് ശോഭയ്ക്കും മാഷിനും സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. അങ്ങനെ ഒരുപാട് വഴക്കുകളും ഒരുപാട് കുറ്റപ്പെടുത്തലുകളും ഉണ്ടായി. മാഷും പറഞ്ഞു, ഇതിന് നീ അനുഭവിക്കും, ഞങ്ങളുടെ നെഞ്ച് ഉരുകയാണ് പറയുന്നത്, നീ വേദനിക്കും. അതുപോലെ തന്നെ ശോഭയും പറഞ്ഞു. അവസാനം വിശ്വജിത്തിനെയും പാറുവിനെയും അത്രത്തോളം ഒരുപാട് വേദനിപ്പിച്ചുകൊണ്ട് ആ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു. അങ്ങനെ ഇറക്കി വിട്ടതിന് ശേഷം പല്ലവി മാഷിനോടും ശോഭയോടും പറഞ്ഞു, അതായത് തൻ്റെ അമ്മയോടും അച്ഛനോടും പറഞ്ഞു, ഒന്ന് ചിന്തിച്ചു നോക്കമ്മേ, അന്ന് ഞാൻ ഇങ്ങനെ ഇന്ദ്രൻ്റെ വീട്ടിൽ പോയി എൻ്റെ ജീവിതം തകർന്ന് ഞാൻ അന്ന് ഒരു മഴ സമയത്ത് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ നിങ്ങളെല്ലാവരും കൂടി എന്നെ ഇറക്കി വിട്ടു. അതിൻ്റെ പ്രതിഫലമായിരുന്നു എൻ്റെ ജീവിതം ഇതുവരെ എത്തി നിൽക്കുന്നത്. അന്ന് എനിക്ക് സേതുവേട്ടൻ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ഇത്രയും പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാധിച്ചു. അതുപോലെ അമ്മ വിശ്വജിത്തിനെയും പാറുവിനെ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ അവരുടെ ജീവിതം നശിച്ചു പോകത്തില്ല എന്നൊക്കെ പറഞ്ഞ് പല്ലവി ഒരുപാട് ഉപദേശിച്ചു. അവസാനം വിശ്വയും പാറുവിനെയും കൂടി ശോഭ വിളിച്ചിട്ട് പറയുവാണ്, അന്ന് ഇതുപോലെയായിരുന്നു സംഭവിച്ചത്. അന്ന് എൻ്റെ മകൾ ഈ വീട്ടിൽ കയറി വന്ന സമയത്ത് ഞാൻ അവളെ ഇറക്കി വിട്ടു. ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെയാണ് ഞാൻ അവളെ ഇറക്കി വിട്ടത്. അതുകൊണ്ട് തന്നെയാണ് അവൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. പക്ഷേ എൻ്റെ രണ്ടാമത്തെ മകൾക്കും അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും എല്ലാവരുടെയും ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഞാൻ സമ്മതിക്കുന്നു, നിങ്ങൾ ഈ വീട്ടിലോട്ട് കയറി വരാനായിട്ട് ശോഭയും മാഷും പറഞ്ഞു. അങ്ങനെ പാറുവിനെയും വിശ്വജിത്തിനെയും വീട്ടിലോട്ട് വിളിക്കുകയാണ്. ശോഭ നിലവിളക്ക് കൊടുത്ത് പാറുവിനെ അകത്തോട്ട് കയറ്റി. വിശ്വജിത്തും പാറുവും കൂടി സന്തോഷത്തോടു കൂടി അകത്തോട്ട് പോയി. എല്ലാവരും അവർക്ക് അല്ലാതെ സാധാരണ ചടങ്ങ് പോലെ തന്നെ പാറുവിന് പാലും പഴമൊക്കെ കൊടുത്തു.
സന്തോഷത്തോടു കൂടി ഇത് കഴിച്ചു. അങ്ങനെ ഭക്ഷണം എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ചതിന് ശേഷം ഇതിപ്പോൾ മാഷിനും ശോഭയ്ക്കും ഭയങ്കര ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും തന്റെ മകളല്ലേ വിശ്വജിത്തിനെ അവർ അകറ്റി നിർത്തുന്നത് ഒരു മോശം പയ്യനായിട്ടല്ല, ഇന്ദ്രന്റെ അനിയൻ എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രമാണ് വിശ്വജിത്തിനെ അകറ്റി നിർത്താനുള്ള കാരണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിശ്വജിത്ത് ഒരു നല്ല മരുമകൻ തന്നെയാണെന്ന് അറിഞ്ഞിട്ട് അവർ പാറുവിനെയും കൊണ്ട് വിവാഹം കഴിപ്പിച്ചേനെ. പക്ഷെ ഇന്ദ്രനായിരുന്നു അവരുടെ പ്രശ്നം. എന്നാൽ ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് അവരെ കയറ്റി താമസിപ്പിക്കാനായിട്ട് ശോഭയും മാഷും തീരുമാനിച്ചു. അങ്ങനെ അവരുടെ ഫസ്റ്റ് നൈറ്റിന് വേണ്ടിയിട്ടുള്ള റൂമൊക്കെ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ വിവരം എന്തായാലും ഇന്ദ്രൻ അറിഞ്ഞു. ഇന്ദ്രൻ വീട്ടിൽ ചെന്നപ്പോൾ രാജലക്ഷ്മി വിശ്വജിത്ത് പാറുവിനെ കൊണ്ട് വന്ന കാര്യങ്ങളും ഇവിടെ അടിച്ചിറക്കിയ കാര്യങ്ങളും ഒക്കെ രാജലക്ഷ്മി പറഞ്ഞു. എന്നാൽ ഇന്ദ്രൻ രാജലക്ഷ്മിയെ സമാധാനിപ്പിച്ചതിന് ശേഷം മറ്റൊരു കാര്യവും കൂടി പറഞ്ഞു. എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു, പക്ഷെ ഞാൻ തടഞ്ഞത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. പാറുവിന്റെയും വിശ്വയുടെയും വിവാഹം നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യങ്ങളെല്ലാം ഇവിടെ പൂർത്തീകരിക്കും അമ്മേ. പല്ലവി ഇവിടെ വരും. പാറുവിനെ വെച്ചുകൊണ്ട് തന്നെ പല്ലവി ഇവിടെ വരുത്താനും പല്ലവിയോട് എനിക്ക് പ്രതികാരം ചെയ്യാനായിട്ട് പറ്റും എന്നൊക്കെ ഇന്ദ്രൻ പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ രാജലക്ഷ്മിക്കും അത് ശരിയാണെന്ന് തോന്നി. അങ്ങനെ രാജലക്ഷ്മി നേരെ വീട്ടിലേക്ക് എത്തി. എന്നിട്ട് എല്ലാവരുടെയും കാല് പിടിച്ച് കരഞ്ഞ് മാപ്പ് പറഞ്ഞു. ഈ വിശ്വജിത്തിനെയും പാറുവിനെയും എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് എന്നെ അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആദ്യമൊന്നും അവരെ സമ്മതിച്ചില്ലെങ്കിൽ പോലും എല്ലാവരുടെയും കാല് പിടിച്ച് കരഞ്ഞ് പറഞ്ഞപ്പോൾ ഇതിപ്പോൾ പല്ലവി ആണെങ്കിലും സേതു ആണെങ്കിലും മാഷാണെങ്കിലും ശോഭയാണെങ്കിലും പാറുവിനോട് പറഞ്ഞു, പാറു പോകണ്ട, നീ ഇവിടെ നിൽക്ക്. എന്നാൽ വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ ഒരു 2 ദിവസമെങ്കിലും ഭർത്താവിന്റെ വീട്ടിലാണ് ഞാൻ നിൽക്കേണ്ടത്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്, പക്ഷെ ഞാൻ ഉടൻ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പാറു പോകുന്നത്. അങ്ങനെ ഇന്ദ്രനും രാജലക്ഷ്മിയും കൂടി ചേർന്നിട്ട് നിലവിളക്ക് കൊടുത്ത് പാറുവിനെയും വിശ്വജിത്തിനെയും അകത്തോട്ട് കയറ്റി അവരുടെ ആ ഒരു ഫസ്റ്റ് നൈറ്റും കാര്യങ്ങളും സന്തോഷത്തോടു കൂടി അവരുടെ ജീവിതം അവിടെ തുടങ്ങുകയാണ്. പക്ഷെ ഇതെല്ലാം ചതിയായിരുന്നു എന്ന് വിശ്വജിത്തോ പാറുവോ അറിഞ്ഞിരുന്നില്ല. കുറച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പാറുവിനെ അപായപ്പെടുത്താനായിട്ട് ഇന്ദ്രൻ ശ്രമിച്ചു. എന്നാൽ കഷ്ടിച്ചു തന്നെയാണ് പാറു ആ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. അവസാനം പല്ലവി വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുകയാണ്. ഇന്ദ്രൻ തന്നോട് പ്രതികാരം ചെയ്യാനായിട്ട് തന്റെ അനിയത്തെ ഉപയോഗിക്കുമെന്ന് പല്ലവി വിചാരിച്ചതുപോലെ തന്നെയാണ് അങ്ങനെയും സംഭവിച്ചു. ഇനി എന്ത് ചെയ്യും? അവസാനം തന്റെ അനിയത്തിക്കും വിശ്വജിത്തിനും വേണ്ടിയിട്ട് പല്ലവിയും സേതുവും ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് പോകുവാണ്. പല്ലവി തന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം അവിടെ വെച്ച് നിർത്താൻ വേണ്ടിയിട്ട് പോകുവാണ്. അതായത് പല്ലവിയും സേതുവും എന്നേക്കുമായിട്ട് പിരിയാൻ പോകുന്ന സാഹചര്യങ്ങളും സാധ്യതകളുമാണ് കണ്ടുവരുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? തന്റെ അനിയത്തിയുടെ സന്തോഷത്തോടു കൂടിയുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് സേതുവും പല്ലവിയും അകലുമോ? അവർ തമ്മിൽ പിരിയുമോ? പല്ലവിയുടെയും സേതുവിന്റെയും സ്വപ്നങ്ങൾ അവിടെ പൂർത്തീകരിക്കാത്ത വിധം ആകുമോ? അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.